അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഇതാ ഒരു BM കിടപ്പുണ്ട്, ഇതാ ഒരു ബുള്ളറ്റ് കിടപ്പുണ്ട്, ഇതോ അവിടെ ഒരു ഹാർലി ഡേവിഡ്സൺ, 2 ഹാർലി ഡേവിഡ്സൺ വണ്ടി കിടപ്പുണ്ട്, പിന്നെ യമഹ കിടപ്പുണ്ട്, പിന്നെ ഇതാ ഗൈസ് ഒരു G-Wagon കിടപ്പുണ്ട്, പിന്നെ ഇതാ ഒരു താർ കിടപ്പുണ്ട്, ഒരു ഇത് കിടപ്പുണ്ട്, ഒരു സ്കോർപ്പിയോ, ഒരു സിയറ കിടപ്പുണ്ട്, ടാറ്റ, പിന്നെ ഒരു ലോറി കിടപ്പുണ്ട്. ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഞാൻ എങ്ങനെയാണ് ഇത്ര റിച്ചായത്. ഗൈസ്, നമ്മൾ ഇത്രയും കാലം വീഡിയോ ഇടാത്തത് നമ്മളൊരു ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. ഗൈസ്, ആ ബിസിനസ് ഇത് ഇല്ലീഗൽ ബിസിനസ്സാണ്. ഗൈസ്, ഈ സിറ്റിയിൽ തന്നെ ആ സാധനം ഇപ്പം കിട്ടാനില്ല. ഗൈസ്, ഡയമണ്ടിനെയും സ്വർണത്തിനേക്കാളും വിലപിടിപ്പുള്ള ആ സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ആ സാധനം വിറ്റാണ് ഗൈസ് ഞാൻ ഇത്രയും കോടീശ്വരനെ. അവസാനം ഇമ്പോർട്ടിങ് ആൻഡ് എക്സ്പോർട്ടിങ്, അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പണി. അങ്ങനെയാണ് നമ്മൾ ഇത്രയും വലിയ കോടീശ്വരനായത്. ഗൈസ്, ഇത് കണ്ടോ ഗൈസ്, ഈ സിറ്റിയിൽ തന്നെ ഉള്ള എല്ലാ ഗ്യാസ് കുറ്റികളും എന്താ ഇവിടെയുണ്ട്. ഇതാ ഇന്ന് കുറച്ചെത്തിച്ച സ്റ്റോക്കാണ് ഗൈസ്. ഇനി നാളെ അടുത്ത സ്റ്റോക്ക് എത്തും ഗൈസ്. ഇത് ഇല്ലീഗൽ ബിസിനസ്സാണ്. നമ്മളിവിടെ ഈ സിറ്റിയിൽ ഇത് പറ്റില്ല. ഈ ബിസിനസ് ഈ സിറ്റിയിൽ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് ഇത് എത്തിപ്പോലൊരു ഇല്ലീഗലാണ്. ബട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഇത് കഷ്ടപ്പെട്ട് ഓരോരോ വീട്ടിൽ കയറി അടിച്ചു മാറ്റുന്ന നമ്മൾ കഷ്ടപ്പെട്ട് ഇതൊക്കെ എടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിന് നമുക്ക് കുറേ ശത്രുക്കളുണ്ട് ഗൈസ്. ആ വണ്ടി ഇത്രയും ഗ്യാസ് കുറ്റി കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ ശത്രുക്കളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനിലാണ് ജീവിക്കുന്നത് തന്നെ. തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ടേ പോലീസ് പ്രൊട്ടക്ഷനിലാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒന്നാമത്തെ വീട് ഗൈസ്. രണ്ടാമത്തെ വീടുണ്ട്. എന്തായാലും നമ്മൾ രണ്ടാമത്തെ വീട്ടിലോട്ട് പോവാം. അല്ലോ, നമ്മൾ ഇടിച്ച് കറങ്ങി എടുത്തുകൊണ്ട് പോകാം ഗൈസ്. ആരും ചോദിക്കാമല്ലോ, കാരണം നമ്മളാണ് ഇവിടെ ഗ്യാസ് സപ്ലൈ. ഒരുത്തനും ചെയ്യില്ല ആ പണി. ഇവിടെ എഴുതി മറിച്ചുകൊണ്ട് ഞാൻ പോകും. ഇവിടെ ആകെ നമ്മളെ വീട്ടിലെ ഗ്യാസ് കൊണ്ടാണ് എല്ലാവരും ഉണ്ണുന്നത്, ചോറൊക്കെ. പക്ഷെ നമ്മൾ ഗൈസ് ഈ കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗ്യാസിന് 10,000 രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത് ഗൈസ്. അങ്ങനെയൊക്കെ നമ്മൾ 10,000 അല്ല, അതിലേക്കും മേലെയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അങ്ങനെ അത്രയ്ക്കും പൈസകളൊക്കെ വാങ്ങിച്ചാണ് നമ്മൾ ഈ കച്ചവടം നടത്തുന്നത്. നമ്മളെ വീട് ഇതായിരിക്കുന്നു ഗൈസ്. തേണ്ടേ നമ്മളെ വീട്. ഇവിടെ ഞാൻ കുറച്ച് കാലം ബിസിനസ്സിലായതുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ മരങ്ങളൊക്കെ പിടിച്ച് ഭയങ്കര സീനായിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം നേരെ ഇനി ഇപ്പം ഈ വീട്ടിലോട്ടാണ് വരുന്നത്. ഇവിടെ നമ്മളൊരു പാർട്ട്ണർ താമസിക്കുന്നുണ്ട്, ഗ്യാസ് പാർട്ട്ണർ. പാർട്ട്ണർ എന്നല്ല, നമ്മൾ ഒരു ആവശ്യത്തിന് വന്നതാണ് ഗൈസ്. നമുക്ക് ആവശ്യം തീർത്തിയിട്ട് കാണാം. ആരുമില്ലല്ലോ അല്ലേ കട്ടവേ, ആരുമില്ലല്ലോ അല്ലേ. നോക്കട്ടെ, ചാടി നോക്കട്ടെ. ഈ മേൽക്കൂരയിൽ കൂടെ ഇറങ്ങി ഈ വീട്ടിൻ്റെ ഈ ജനൽ തുറന്നിട്ട് ഇതിൽ കൂടെ ചാടാം. അയ്യോ, വീഡിയോ കട്ടായില്ല ഗൈസ്. നമ്മളിതാ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ് ഗൈസ്, തലതല്ലി വീണ്. എന്ത് തുടക്കമാണ് ഗൈസ്. ഗൈസ്, ഇപ്പം നമ്മളെ പാർട്ട്ണറിനെ കണ്ടിട്ട് കാണാം ഗൈസ്. നൈസായിട്ട് പണി വാളിയിട്ടുണ്ട്. പോലീസ് വരുന്നുണ്ട് നമ്മളെ പിറകിന്. അത് വണ്ടി എടുത്ത് നമ്മൾ വിട്ടുവിടുക കേട്ടോ. ഓ ഗൈസ്, ഇത് പണിയാവും. കൊണ്ടുപോയെന്ന് ഓടിച്ചേ. ഈ വണ്ടി എടുത്ത് നമുക്ക് വിട്ടടിച്ച് അങ്ങ് പോവാം എന്തായാലും ഗൈസ്. ഇത് പോലീസിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് ഗൈസ് നമ്മളെ പിറകെ. ഇത് എന്താണെന്ന് ഗൈസ് വമ്പൻ കേസാണ് ഗൈസ്. നമ്മൾ ഓണാക്കിയെടുത്തതിൻ്റെ ജീവനും കൊയ്തിട്ടാണ് ഗൈസ് പോണത്. നമ്മളീ പോവുകയാണ് ഗൈസ്. മരണപ്പാച്ചിലാണ് ഞാൻ പോണത്. എന്നെ ഇപ്പോൾ പോലീസിൻ്റെ കയ്യെ കെട്ടി ഇടിച്ച് എൻ്റെ കൂമ്പ് കട്ടെങ്കിൽ ഗൈസ്. അപ്പോൾ ഈ പോലീസിൻ്റെ കയ്യിൽ എന്നെ കെട്ടി ഇടിച്ച് കൂമ്പ് കട്ടും ഗൈസ്. നമുക്ക് പറപ്പിച്ചേക്കാം ഗൈസ്. അപ്പോൾ വീട്ടിലോട്ട് നമ്മൾ ഉദിരം ഇവിടെ ഡിക്കി പറഞ്ഞ് പോകാതിരുന്നാൽ രക്ഷപ്പെടും ഗൈസ്. അതിൻ്റെ ഗ്യാസ് ഊറ്റി തെറിച്ചു ഗൈസ്. നിങ്ങളതിൻ്റെ ഉടപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല ഗൈസ്. ഈ ഗ്യാസ് ഊറ്റിയില്ല, ഞാൻ കഷ്ടപ്പെട്ട് കട്ടുണ്ടാക്കിയതാണ് ഗൈസ്. ഇപ്പോൾ ആ വീട്ടുകാർ കട്ടിട്ടിരുന്ന് അറിയണം ഗൈസ്. ഇപ്പോൾ പോലീസ് പിടിക്കുമെന്നാണ് പേടി.
ഇപ്പോൾ ഇവിടെ ഗ്യാസ് കുറ്റി വെക്കുന്നതിന് ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യമാണത്. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഗൈസ് മുങ്ങി മുങ്ങി നടക്കുന്ന ഈ പോലീസിൻ്റെ കണ്ണും വെട്ടിച്ച് ഈ ഗ്യാസ് കുറ്റി ജസ്റ്റ് സിപ്പ് അടിച്ച ഗൈസ്. അയ്യോ ഗൈസ്, ഈ പോലീസുകാരന് ഇടിച്ചെൻ്റെ കൂമ്പ് പൊട്ടി ഗൈസ്. ആ വണ്ടിയെ തുമ്മിയൻ്റെ പേരിൽ ഗൈസ് വണ്ടിയെല്ലാം കൂടെ പോയി ഇടിച്ച് ഉമ്മാര് വന്ന് പിടിച്ച് ഗൈസ്. ഇടിച്ച് കൂമ്പ് പൊട്ടി ഗൈസ് എന്നെ. ഗൈസ് ഇടിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. അയ്യോ മണ്ടയിലാണ് ഗൈസ് പോലീസ് ഏമാനം നിൽക്കുന്നത്. ഇപ്പോൾ ഇടിച്ച് നമ്മളെ കൂമ്പ് പോട്ടെ മണ്ടയിൽ പോയി നിൽക്കാനാണെന്ന് അവ എടുത്തിട്ട് അടിയാണ് ഗൈസ്. സാർ ഒന്നുമില്ല സാർ. ഗൈസ് ഈ സാറിൻ്റെ ഇടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഗൈസ് സാറേ അപ്പം ഞാനൊന്ന് ഇറങ്ങട്ടെ. അങ്ങോട്ട് കയറി സാറേ ഞാൻ ഇറങ്ങിക്കോട്ടെ സാർ. അപ്പം ഞാൻ പോട്ടാ സാർ. പൊക്കോ. കേളാവേ ഗൈസ് നമ്മളെ ഇടിച്ച് പരിപ്പിളകി. അളിയ സുഭാഷേ നമുക്ക് കാണണം ഗൈസ്. ഇവനായിരുന്നു എൻ്റെ ജയിൽ മേറ്റ് സുഭാഷേ എൻ്റെ തടവ് കഴിഞ്ഞടാ. നമ്മളിറക്കാൻ വക്കീലൊക്കെ വന്ന് സുഭാഷ് നമുക്ക് പിടിപാടുള്ളതുകൊണ്ട് പറ്റാ. നീ ഇതിൻ്റെ അകത്ത് കിടന്നോടാ സുഭാഷേ. ബൈ. പോടാ എടോ നീ ദുഷ്ടനോടാ. എടാ ഫ്രാങ്ക്ലി നീ ദുഷ്ടൻ. സുഭാഷേ ഒന്നും കുഴപ്പമില്ല സുഭാഷേ, നമുക്ക് മറക്കാം. അണ്ണാ ഞാൻ പോണേ സാറേ. നമുക്കിനി കാണണം കേട്ടാ സാറേ. നീ കണ്ടതൊക്കെ മതി. കിളവനൊക്കെ ഇത് എന്തിനാണോ എന്തോ. വണ്ടി എടുത്തിട്ട് പോവാം. ഗൈസിൻ്റെ വണ്ടിയുടെ അവസ്ഥ ഉണ്ടാ ഗൈസ്. ഇവിടെ നിന്ന് എനിക്ക് നേരെ ബെന്നിയുടെ ഷോപ്പിലോട്ട് വേണം പോവാൻ. എൻ്റെ വണ്ടി എല്ലാവരും അടിച്ച് തൊലച്ച് കളഞ്ഞു ഗൈസ്. പോലീസുകാരൻ മറ്റു വേറും ദുഷ്ടന്മാരാണ്, നിനക്കെ കൊള്ളാൻ ഞാൻ കാണിച്ചു തരാടാ. മടയും ചായ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇത് ഒമ്മാരെ ഞാൻ ഇന്ന് ചാവടാവി റോഡിനടുക്കാറിയിക്കുന്ന നമ്മൾ വണ്ടി ചെയ്ത് നല്ല നേരെ ബന്നിയുടെ ഷോപ്പിലോട്ട് ഇട്ട് പിടിക്കുകയാണ്. നമ്മളെ പ്രഭാകരൻ്റെ മെക്കാനിക് ഷോപ്പ്. ഇപ്പോൾ പ്രഭാകരനൊക്കെ പോയി ഗൈസ്. പ്രഭാകരൻ്റെ സ്ഥലത്ത് ഇപ്പോൾ ബെന്നിയായി ഗൈസ്. നമ്മളെ പ്രഭാകരൻ്റെ മോനാണ് ബെന്നി. ഇപ്പോൾ ബെന്നിയാണ് ജോലി എടുക്കുന്നത്. പ്രഭാകരൻ കിളവനായി പോയി. നമ്മളെ ബന്നിനെ വിളിച്ച് പറയട്ടെ. ഹലോ ഡേ ബന്നി, ഇവിടെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ നീ ഇല്ലല്ലടാ. ഇത് എത്തി വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണോ? എന്നെ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നീ ഒന്ന് റിപ്പയർ ചെയ്ത് വെച്ചാലേ. ശരി ഗേസ്. നമ്മളിവിടെ കാത്ത് നിൽക്കട്ടെ, ആരെങ്കിലും വരുന്നെങ്കിൽ പോവാം ഗേസ്. നമ്മളെ കൂട്ടുകാരൻ്റെ ടാറ്റ സിയറാവാൻ തന്നിട്ടുണ്ട് ഗേസ്. ഇനി വിട്ട് തന്നു. നമ്മളെ കൂട്ടുകാരൻ നമ്മളെ ചങ്ക് ബെഡിലാണ്. അപ്പോൾ ഇനി വണ്ടി വിട്ട് തന്നപ്പോൾ നമ്മൾ അതിലേക്ക് കയറി അങ്ങ് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു കോള് വരുന്നത് നിർത്തട്ടെ, ഒരു മിനിറ്റ് സൈഡാക്കട്ടെ വണ്ടി ഒന്ന്. ആരാണെന്ന് ഇവിടെ. ഹലോ ഇത് ഫ്രാങ്ക്ലിനാണോ? അതെ ഫ്രാങ്ക്ലിനാണ്. എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്താണ്? അത് എൻ്റെ ബോസ് പറയും. നിൻ്റെ ബോസ് പറയും. നീ ബോസിൻ്റെ കൂടെ നീ എന്തെന്നാ സംസാരിക്കുന്ന? ഹലോ സാർ, തൊണ്ട വലിയ പ്രശ്നമുണ്ടോ സാർ? എനിക്ക് പ്രശ്നമൊന്നുമില്ലടാ സാർ. പിന്നെ എന്ത് സാർ ആദ്യം അങ്ങനെ സംസാരിച്ച? നീ സംസാരം കേൾക്കാനാണോ വന്ന്? അല്ല സാർ, സാറിൻ്റെ കാര്യം പറയും. നീ കൊച്ചനെ, നീ ചെയ്യുന്ന ജോലിയൊക്കെ നമുക്കറിയാം. നിൻ്റെ വീട്ടിൽ നീ പോയി നോക്കടാ, ഗ്യാസ് കുറ്റിയാ വല്ല ഉണ്ടാകുന്നു. നീ ആരാ നീ കളിക്കാൻ നോക്കുന്ന? കൈസ് എന്തൊരു വീട്ടിൽ പോയി നോക്കി ഗ്യാസ് കുറ്റി ഉണ്ടാകുന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കൊന്ന് പോയി നോക്കി നോക്കാം ഗൈസ്. അപ്പം ഗൈസ് നമ്മളെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ ജീവാകം കാണാനില്ല. എൻ്റെ ബൈക്കൊന്നും കാണാനില്ല ഗൈസ്. ഇതെന്ത് ഗൈസ്? എനിക്ക് മനസ്സിലാകുന്നില്ല ഗൈസ്. ആരാണവൻ? വിളിച്ചിട്ട് ഞാനാ. ഹലോ, നീ എന്താടാ ചെയ്തേ? ഫ്രാങ്ക്ലിൻ നോക്കടാ, നീ
3, 2, 1 കാണടാ ഗൈസ്. ഗൈസ് ഗൈസ് എൻ്റെ വണ്ടി ഗൈസ്, എൻ്റെ വണ്ടി. ഈ വണ്ടി പോയാലും കുഴപ്പമില്ല, അവനൊന്നും അറിഞ്ഞൂടാ എൻ്റെ നിധി. അവനൊക്കെ ഈ വണ്ടി പോയി തൊട്ടാലും കളിച്ചാലും എനിക്ക് സീനില്ല. എൻ്റെ ഗ്യാസ് കുറ്റി ഉണ്ടോ നോക്കട്ടെ. ഗൈസ് ഗൈസ് നമ്മളെ ഡയമണ്ട് ഗോൾഡ് എല്ലാം പോയി ഗൈസ്. ഡയമണ്ടിനെയും ഗോൾഡിനെയൊക്കെ കാട്ടി വില പിടിപ്പുള്ള എൻ്റെ ഗ്യാസ് കുറ്റി എല്ലാം കൊണ്ടുപോയി ഗൈസ്. അവന്മാരെല്ലാം കൊണ്ടുപോയി ഗൈസ്. എനിക്ക് തലാറാണ് ഗൈസ്, വീഴും ഗൈസ്. വീണ് ഗൈസ്. ഞാൻ CCTV ഫുട്ടേജ് ഉണ്ടല്ലോ അത് നോക്കാം ഗൈസ്. ഈ വീട്ടിലെ CCTV ഉള്ള കാര്യം അവ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഗൈസ് ഈ CPU വരെ നമ്മൾ ക്യാമറ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാം, നോക്കി നോക്കട്ടെ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാമല്ലോ ഗൈസ്, ഇതെന്തോന്ന് ഗൈസ്. ഗൈസ് നമ്മളെ ബൈക്കെല്ലാം പൊട്ടിത്തെറിച്ച് ഗൈസ്. കുറച്ച് ഫുട്ടേജൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. കുറച്ച് ഫുട്ടേജൊന്നും നമുക്ക് കിട്ടിയില്ല ഗൈസ്. ഇവന്താ എന്തോ ഗൈസ് തോക്കൊക്കെ കിട്ടുപിടിയും ഗൈസ്. ഇവ എൻ്റെ അതേ ഔട്ട്ഫിറ്റ് പോലീസിൽ പോലും കേസ് കൊടുക്കില്ല ഗൈസ്. എൻ്റെ അതേ ഔട്ട്ഫിറ്റ് ഗൈസ്. പോലീസിൽ പോലും കേസ് കൊടുത്താൽ പോലീസുകാർ പറയും ഇത് നീ ചെയ്തിട്ട് നീ കൊടുക്കുന്ന കേസാണ്. ഇതിവ എല്ലായിടത്തുനിന്നും കയറി പ്ലാൻ ചെയ്ത് കളിച്ചതാണ് ഗൈസ്. ഇവൻ പ്ലാൻഡ് കളിയാണ് ഗൈസ്. ഇവനെ നമുക്ക് ഒരിക്കലും ഞാൻ അവനെ വെറുതെ ഉള്ളു ഗൈസ്. നമ്മളെ സെയിം മഞ്ഞ ടാറ്റ സിയാറ് കുളത്തിൽ കിടക്കുന്നു, ഇതിൽ കിടക്കുന്നു നമ്മളെ സ്വിമ്മിങ് പൂളിൽ. ഇത് അവൻ കൊണ്ട് ഇട്ടായിരിക്കും ഗൈസ്. ഗൈസ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ടാറ്റ സിയാറൊന്നും കണ്ടില്ല ഗൈസ്. നമ്മളെ സിയാറയിലും ഗൈസ് നമ്മളെ താറിലും സ്കോർപ്പിയോയിൽ വെച്ച് ഗൈസ് ബോംബ് ഗൈസ്. നമ്മളെ ലോറിയിലും ബോംബ് വെച്ച് ഗൈസ്. ഇനി നമ്മൾ എന്തോന്ന് ഗൈസ് ചെയ്യുന്നു. നമ്മളെല്ലാ വണ്ടിയും നമ്മളെ കൺമുന്നിൽ വെച്ച് പൊട്ടിത്തെറിപ്പിച്ച്. ഇവ ആരാണെങ്കിലും ഞാൻ കൊല്ലും. ഇവന്ത് ഗ്യാസ് കുറ്റിയുടെ അടുത്തോട്ട് പോണോ? ഗ്യാസ് കുറ്റിയൊക്കെ പോയല്ലേ ഗൈസ്. ഇവ എന്തൊക്കെ ഫൂട്ടേജ് കാണിച്ചിട്ടുണ്ട് നമ്മളെ CCTV എന്നിട്ട് പോണ് ഗൈസ്. ഗൈസ് നിങ്ങളെല്ലാവരും ഫൂട്ടേജ് കണ്ടല്ലോ ഗൈസ്. അവൻ എന്നെപ്പോലെ വേഷം മാറി വന്നേക്കുന്നത് ഗൈസ്. അവൻ ഈ ക്യാമറ ഉള്ള കാര്യമൊക്കെ അറിയാം ഗൈസ്. നിനക്കിത് തന്നെ ഗൈസ്. പോലീസിനെ കൊണ്ടുപോലും കാണിക്കാൻ പറ്റത്തില്ല. നമ്മൾ അത്യാവശ്യം ഇല്ലീഗൽ പരിപാടിയാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ട് പോലീസിനെ കാണിച്ചാൽ ഒരു നീ എന്തിനാ ഗ്യാസ് വെച്ചാൽ നീ തന്നെ വന്ന് ചെയ്യുന്നതെന്ന് പറയും ഗൈസ്. അതുകൊണ്ട് ഗൈസ് നമുക്ക് അവൻ്റെ ലൊക്കേഷനും അറിയാം, അവൻ എവിടെ ഉണ്ടെന്നും അറിയാം. അവൻ പോയത് ലെജൻഡറിലാണെങ്കിലും അവനെ എവിടെ വെച്ച് പിടിക്കണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ഗൈസ്. അവൻ എവിടെ വെച്ചവനെ പിടിക്കുമെന്ന് നമുക്ക് നല്ലോണം അറിയാം. നമ്മളെ BM ഇവിടെ കിടപ്പുണ്ട്. ബെന്നി ഇതുവരെ വന്നില്ലെന്ന് തോന്നുന്നു കടയിൽ. അവനെ ഇന്ന് ഞാൻ തൂക്കും. അപ്പം എവിടെ നിന്നാണ് ഏതാണെന്നും എല്ലാം നമുക്കറിയാം ഗൈസ്. അവനെ എല്ലാം മറച്ച്, പക്ഷേ അവൻ്റെ ശബ്ദം അതവന് മറയ്ക്കാൻ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് അതവനെ കുടുക്കി. അതാണ് അവനെ കുടുക്കിയത്. കാണിച്ചു കൊടുക്കാൻ ഞാനായിരുന്നു. ഹലോ ഹലോ ആരുമില്ലേ? ഹലോ ഈ സാക്കത്തൊന്നും രക്ഷത്തവൻ. ഹലോ ഇതാരാണ്? ഹലോ എവിടെ സ്റ്റീഫൻ ഉണ്ടോ? ഹലോ, ഞാൻ സ്റ്റീഫൻ്റെ അമ്മയാണ്. ഹലോ സ്റ്റീഫൻ്റെ അമ്മയായാലും സ്റ്റീഫൻ്റെ അമ്മമ്മയായാലും സ്റ്റീഫൻ ഉണ്ടോ ഇല്ലയെന്നാണ് എനിക്കറിയേണ്ടത്. അയ്യോ, സ്റ്റീഫൻ മോൻ ഇവിടെ ഇല്ല. സ്റ്റീഫൻ മോൻ എവിടെ? സ്റ്റീഫൻ മോനെ എവിടെയോ പോയല്ലേ? നീ അങ്ങോട്ട് വരണോ ഞാൻ ഇങ്ങോട്ട് വരണോ? സോറി, ഞാൻ അങ്ങോട്ട് വരണോ നീ ഇങ്ങോട്ട് വരുന്നോടാ? എടാ സ്റ്റീഫ, നീ എന്തൊക്കെ കളി കളിച്ചാലും നിനക്ക് എന്നെ പറ്റിയല്ല. ഇറങ്ങി വാടാ. നിൻ്റെ വീട്ടിൻ്റെ എല്ലാം ഞാൻ കുത്തിപ്പൊട്ടിക്കടാ. വാടാ വടിയതിക്ക്. വാടാ.
വാടാ സ്റ്റീഫ, ഇറങ്ങി ഇറങ്ങി വാടാ സ്റ്റീഫ. ഹലോ, സ്റ്റീഫൻ ഇല്ല, ഞാൻ വന്നാ മതിയോ? നീയാ? നീ ആരടാ? ഇനി സാറേ മൈക്കിട്ട് വിളിച്ചു പറയുന്ന പോലെ. ബാക്കി വാടാ. എങ്ങ ബാക്കിൽ വേറെ വണ്ടി നമ്മൾ ഇങ്ങോട്ട് എടുത്തോണ്ട് ഇട്ടിട്ടുണ്ട്. ഇവര് പോലീസ്. അവ ഇവിടെ ഉണ്ട്. ഇതവരെ ട്രാപ്പായിരുന്നു കേസ്, ഇതവരെ ട്രാപ്പായിരുന്നു കേസ്. സ്റ്റീഫൻ്റെ ട്രാപ്പാണ് കേസ്. ഇത് പോലീസിൻ്റെ ട്രാപ്പാണ് കേസ്, ഇത് പോലീസിൻ്റെ ട്രാപ്പാണ്. വട്ടം വെച്ച് പിടിക്കാനാണ് കേസ്, വേറെ തീരുമാനം തോന്നുന്നത് കേസ്. കേസ് നമുക്ക് പോലീസ്, നമുക്കൊരു ഫ്രണ്ടുണ്ട് കേസ്, അവനെ വിളിച്ച് നോക്കാം കേസ് നമുക്ക്. ഹലോ ഹലോ ഹലോ. ഇവ എടുക്കുന്നുമില്ലല്ലോ കേസ്. കേസ് നമ്മളെ വണ്ടി വമ്പൻ ചേസയിലാണ് കേസ്, അവ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേസ്. ഗൈസ് വണ്ടി കുടുങ്ങി, നമുക്കൊന്ന് എടുക്കട്ടെ ബാഗ്. ഗൈസ് നമ്മളങ്ങനെ അവിടെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ നമ്മൾ എയർപോർട്ട് വരെയെങ്കിലും എത്തിയിട്ടുണ്ട് കേസ്. പോലീസിൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് കേസ് നമ്മൾ വന്നത്. നമ്മളെ പോലീസ് ഫ്രണ്ട് നമ്മളെ ചതിച്ചില്ല ഗൈസ്. അവൻ നമുക്ക് വേണ്ടി ഇതാ ഗൈസ് ഇവിടെ വണ്ടി വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പോലീസ് ഹെലികോപ്റ്റർ. നമ്മൾ വെറും ഹെലികോപ്റ്ററിലല്ല ഗൈസ് പോണത്, പോലീസ് ഹെലികോപ്റ്റർ. ആർക്കും ഒരു സംശയം പോലും വരില്ല. ഇനി ഗൈസ് നമ്മളെ സിയറൊക്കെ അവിടെ കുടുങ്ങിയിരിപ്പുണ്ട് ഗൈസ്. നമ്മളെ സിയറ എല്ലാം വിട്ട് ഗൈസ് ഇനി കുറച്ച് കാലത്തേക്ക് ഞാൻ ഒളിവിലായിരിക്കും ഗൈസ്. നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളും വിട്ട് നമ്മളൊരു പാവപ്പെട്ട നഗരത്തിലേക്ക് പോവുകയാണ് ഗൈസ്.